എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതവർഷത്തിലെ പ്രപഞ്ച രഹസ്യം അറിഞ്ഞ ഋഷീശ്വരന്മാർ അവർ പാരിൻ്റെ അടിക്കല്ലറിഞ്ഞവരാണ്. പക്ഷെ അവർക്ക് സിന്ധു നദീതട സംസ്കാരത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അത് കണ്ടെത്തി കൊടുക്കാൻ പിന്നീട് ബ്രിട്ടീഷുകാർ ഇവിടെ വരേണ്ടി വന്നു. ഇന്ത്യക്കാരുടെ കഥകളിലും പുരാണങ്ങളിലും വലിയ വലിയ ഭാരതീയ സംസ്കാര സങ്കല്പങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള തെളിവ് വട്ടപൂജ്യമായിരുന്നു. കാരണം അതെല്ലാം സാഹിത്യമായിരുന്നു, മുടിഞ്ഞ ഭാവനകളായിരുന്നു. പിന്നീട് ആ ഭാവനകൾക്ക് ആസ്പദമായ കാലഘട്ടം നമ്മൾ ശാസ്ത്രീയമായി പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനെല്ലാം 3500 വർഷങ്ങൾക്കും 3000 വർഷങ്ങൾക്കും ഇടയിലുള്ള പഴക്കമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 4600 വർഷം പഴക്കമുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു. നമ്മളെ അതിൻ്റെ പേരിൽ അഭിമാനികളാക്കി മാറ്റിയതും ബ്രിട്ടീഷുകാർ തന്നെ. അവരായിരുന്നു ശരിക്കുള്ള ഋഷീശ്വരന്മാർ. താടിയില്ല എന്ന ഒരു കുറവ് മാത്രമേ അവർക്കുള്ളൂ. ഏകദേശം 4600 കൊല്ലം മുമ്പാണ് സിന്ധു നദി തട സംസ്കാരം തുടങ്ങിയത്. ഇന്നത്തെ ഇന്ത്യയിൽ ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ്, പഞ്ചാബി എന്നീ പ്രദേശങ്ങളിൽ അത് വ്യാപിച്ച് കിടന്നു. അത്ര വലിയൊരു സംസ്കാരമായിരുന്നു അത്. ഇന്ത്യക്ക് പുറത്ത്, ഇന്നത്തെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് പാകിസ്ഥാനിൽ ഹാരപ്പ, മോഹൻജദാരോ, പിന്നെ അതുപോലെ തന്നെ മെഹർഗഡ് എന്നിവിടങ്ങളിലും ഈ സംസ്കാരം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മണ്ണിൽ മൂടിക്കിടന്നു. ചിലയിടത്ത് അത് ഇഷ്ടികകളായും ചിലയിടത്ത് ചില മുദ്രകളായും അത് പുറത്തേക്ക് കാണാമായിരുന്നു. പക്ഷേ പുതിയ തലമുറകൾക്ക് അതൊന്നും മനസ്സിലായില്ല. 1856 കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്ക് റെയിൽവേ പാത നിർമ്മിക്കുന്ന സമയത്ത് കുറേ പാവം തൊഴിലാളികൾ യജമാനന്മാരായ ബ്രിട്ടീഷുകാരോട് പറയാം, സാർമാരെ, ഇവിടെ ഹരിപ്പ എന്ന ഗ്രാമപ്രദേശം മുഴുവൻ ചുട്ട ഇഷ്ടികകളുണ്ട്. നമുക്ക് ആ ഇഷ്ടികകൾ റെയിൽവേ ട്രാക്കിൽ കല്ലുകളായി ഉപയോഗിച്ചുകൂടെ? അങ്ങനെ കുറേ ചരിത്ര പ്രാധാന്യമുള്ള കല്ലുകൾ റെയിൽവേക്ക് പോയി. പ്രാചീന സ്മൃതികൾ ഉറങ്ങുന്ന പല പ്രദേശങ്ങൾക്കും അങ്ങനെ കാര്യമായ ഡാമേജ് പറ്റി. റെയിൽവേ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വഴിയാണ് കണ്ണിംഗ്ഹാം എന്ന ഉദ്യോഗസ്ഥൻ ഇക്കാര്യം അറിയുന്നത്. അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് അവിടെ ജീവിച്ച മനുഷ്യർ ഉണ്ടാക്കിയ ഒരു വലിയ സംസ്കാരമാണ് ആ ചുടുകട്ടകൾ സംസാരിക്കുന്നത് എന്ന കാര്യം അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം പുള്ളി പ്രധാനമായി ശ്രദ്ധിച്ചിരുന്നത് ബുദ്ധമത കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്, അശോകൻ്റെ കാലത്തെ ലിഖിതങ്ങൾ എവിടെയൊക്കെയാണ്, അതൊക്കെ കണ്ടെത്തുന്നതിലായിരുന്നു പുള്ളിക്ക് താല്പര്യം. പുള്ളിക്ക് പക്ഷേ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, കാണുന്നിടം മുഴുവൻ കുഴിച്ചു നോക്കണം. ആ വീക്ക്നെസ്സാണ് പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമായി മാറിയത് 1861. പിന്നെ 11 കൊല്ലം കഴിഞ്ഞാണ്, അതായത് 1872 പുള്ളി ഈ ഹാരപ്പൻ ഗ്രാമം സന്ദർശിക്കുന്നത്. പോയത് വെറുതെ ആയില്ല. പുള്ളി അവിടെ നിന്നും ഒരു മുദ്ര കണ്ടെത്തി. കൊമ്പില്ലാത്ത കാള, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ആ മുദ്രയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 1902 കണ്ണിംഗ്ഹാം മാറി സർ ജോൺ മാർഷൽ വന്നു. അതോടെ ഇന്ത്യയുടെ പ്രാചീന ഗർഭത്തിൽ നിന്നുള്ള സംസ്കാരത്തിൻ്റെ നിലവിളികൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി. ഹാരപ്പയിലും മോഹൻജാദാരോയിലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മാർഷലിൻ്റെ നിർദ്ദേശപ്രകാരം 1921 ദയാറാം സാഹിനി ഹാരപ്പയിൽ വ്യവസ്ഥാപിതമായ ഖനനം ആരംഭിച്ചു. ഇന്നത്തെ പാകിസ്ഥാനിൽ ജനിച്ച ആളാണ് സാഹിനി. അദ്ദേഹവും മാർഷലും കൂടിയാണ് ഒരു പുരാതന നാഗരികത ഇന്ത്യക്കുണ്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കി ആണല്ലോ നമ്മുടെ ഇവിടുത്തെ പഴയ ബ്രാഹ്മണ ചരിത്രകാരന്മാർ കുത്തിയിരിക്കുന്നത്. കമിഴ്ന്ന് വീണാൽ കാപ്പണം എന്നതാണ് അവരുടെ ഒരു പ്രത്യേക ദർശനം. അതായത് എങ്ങനെയാണ് അവർക്ക് ആ ദർശനം കിട്ടിയതറിയില്ല. ഒരു പക്ഷേ ആരും ബ്രാഹ്മണരുടെ സ്മൃതികളിലും ആഗമങ്ങളിലുമൊക്കെ കമിഴ്ന്ന് വീണാൽ കാപ്പണം എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആയത്ത് അവർ ശിരസ വഹിക്കുന്നതുകൊണ്ടാകണം ഈ ചരിത്രകാരന്മാർ എവിടെ ചെന്ന് വീണാലും എന്തെങ്കിലും കപ്പിയെടുക്കും. സിന്ധു നദീതട സംസ്കാരത്തെപ്പറ്റി ബ്രിട്ടീഷുകാരിൽ നിന്നും അറിഞ്ഞ ഈ ബ്രാഹ്മണ ചരിത്രകാരന്മാർ ആ അറിവ് കപ്പിയെടുത്ത് അതും കൂടി അവരുടെ അക്കൗണ്ടിൽ ചേർത്ത് ഒക്കെ നമ്മൾ തന്നെ എന്ന് അവകാശപ്പെട്ടു. എന്നാൽ ജനിതകശാസ്ത്രവും ഭാഷാശാസ്ത്രവും പുരാവസ്തു നരവംശാസ്ത്രവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഒക്കെ അങ്ങനെ നമ്മളല്ല. അവിടെ ബ്രാഹ്മണരുണ്ടായിരുന്നില്ല, ആ സംസ്കാരത്തിൽ യാഗങ്ങളുണ്ടായിരുന്നില്ല, അവിടെ ഇന്ന് കാണപ്പെടുന്ന പോലുള്ള ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല, വലിയ രാജാക്കന്മാരുണ്ടായിരുന്നില്ല. കൃഷി അറിയാവുന്ന മനുഷ്യരായിരുന്നു സിന്ധു നദീതട സംസ്കാരങ്ങളിലെ മനുഷ്യർ. പക്ഷെ അതൊന്നും ഈ ബ്രാഹ്മണാദി ചരിത്രകാരന്മാർക്ക് പ്രശ്നമല്ല. ഹാരപ്പൻ സംസ്കാരത്തെ അവരങ്ങ് വിഴുങ്ങി. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഒക്കെ നമ്മൾ തന്നെ. സത്യത്തിൽ എന്താണ് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം?
പ്രധാനമായും സിന്ധു നദീതട സംസ്കാരം തന്നെ. അത് 4600 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി 3900 വർഷം മുമ്പ് വരെ നിലനിന്ന, അതായത് ഏറ്റവും ഉജ്ജ്വലമായി തിളങ്ങി നിന്ന ഒരു നാഗരികതയായിരുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ നാഗരികത എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കൾച്ചർ എന്ന വേറൊരു സംഭവം കൂടി ഉണ്ട്. അത് സംസ്കാരവും നാഗരികതയും ഇത് രണ്ടും ഒന്നല്ല. സംസ്കാരം നമ്മൾ കൾച്ചർ എന്ന വാക്കുകൊണ്ടും നാഗരികത സിവിലൈസേഷൻ എന്ന ഒരു വാക്കുകൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ ആഹാര രീതി, വസ്ത്രധാരണ രീതി, സമ്പാദിക്കുന്ന രീതികൾ, പിന്നെ അവരുടെ ആചാരങ്ങളുടെ രീതി, ഇതെല്ലാം ചേർന്നാൽ ആ സമൂഹത്തിന് സംസ്കാരമായി. കൾച്ചറില്ലാത്ത ആരും ഇല്ല. എന്നാൽ ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ നാഗരികത എന്ന് പറയുമ്പോൾ കളി മാറി. അതിന് സ്ഥിരതാമസം വേണം, അത് കച്ചവടം വേണം, അക്ഷരമാലയും ഭാഷയും ഭാഷയുടെ പ്രയോഗങ്ങളും എല്ലാം വേണ്ടിവരും. അതുപോലെ അവിടെ ഒരു ഭരണകൂട സംവിധാനം വേണം. കച്ചവടത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അങ്ങനെ ഒരു അധികാരം ഇല്ലെങ്കിൽ കഴിയില്ല. അതുപോലെ അതിനെ നയിക്കാൻ ഒരു ആദർശവോ ദർശനമൊക്കെ വേണ്ടിവരും. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ നാഗരികത ഉണ്ടാവൂ. പ്രാചീന ഇന്ത്യയിൽ 4600 വർഷം മുമ്പ് മുതൽ 3900 വർഷം മുമ്പ് വരെ ഈ പറഞ്ഞ സംഭവം നാഗരികത ഉണ്ടായിരുന്നു. എന്നാൽ വരൾച്ച മൂലം ആ നാഗരികത ക്ഷയിച്ചു. പിന്നീട് 400 വർഷത്തോളം പിന്നെ നാഗരികതയല്ല നമ്മൾ കാണുന്നത്, ഗ്രാമീണ ഗോത്ര ജീവിതമാണ്. നഗരങ്ങളില്ല, ആളുകൾ പലയിടത്തേക്കായി ചിതറിപ്പോയതിൻ്റെ ഒരു ഇഫക്റ്റാണ് നമ്മൾ കാണുന്നത്. വീണ്ടും ചരിത്രം തുടങ്ങുന്നത് 3500 വർഷം മുമ്പാണ്. സ്റ്റെപ്പി ആര്യന്മാരുടെ വരവ്. വേദങ്ങളാണ് നമുക്കതിൻ്റെ തെളിവ്. ആട്, കുതിര, പശു എന്നിവയെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. തദ്ദേശ ജനതയുമായുള്ള അവരുടെ കലരൽ. പക്ഷേ നഗരങ്ങളും നാഗരികതയും അവർക്കുമില്ല. വേദകാലം എന്നറിയപ്പെട്ട ഈ കാലഘട്ടം 500 വർഷം കൂടി തുടർന്നു. പിന്നെ 3000 വർഷം മുമ്പ് ഇരുമ്പ് കണ്ടെത്തിയപ്പോൾ അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കൃഷി മെച്ചപ്പെടുത്തി. പിന്നീടൊരു 400 വർഷം കൂടി അങ്ങനെ പോയി. എന്നിട്ടും നാഗരികത കാണാനില്ല. അത് സംഭവിക്കുന്നത് 2600 വർഷം മുമ്പാണ്. മഗധ, കോസല തുടങ്ങിയ മഹാജനപദങ്ങൾ രൂപപ്പെടുന്ന കാലത്ത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാഗരികതയ്ക്ക് 1300 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് എന്ന് നമുക്ക് കൃത്യമായും പറയാൻ കഴിയും. വടക്കേ ഇന്ത്യയുടെ നാഗരികത അപ്രകാരം 2600 വർഷം മുമ്പ് ആരംഭിച്ചു. എന്നാൽ ദക്ഷിണേന്ത്യ അന്നും അന്ധകാരത്തിൽ കിടന്നു. വീണ്ടും 300 വർഷം കൂടി കഴിഞ്ഞാണ്, അതായത് 2300 വർഷം മുമ്പാണ് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംഘകാലം ആരംഭിക്കുന്നത്. അതോടെയാണ് നാഗരികത തെക്കേ ഇന്ത്യയിൽ തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതായിരുന്നു 10 കൊല്ലം മുമ്പ് വരെയുള്ള ധാരണ. വടക്കേ ഇന്ത്യക്കാർക്ക് നാഗരിക സംസ്കാരത്തിൽ തെക്കേ ഇന്ത്യക്കാരെക്കാൾ മേന്മ ഉണ്ട് എന്ന് അങ്ങനെ വിശ്വസിക്കപ്പെട്ടു. 10 കൊല്ലം മുമ്പ് എന്താണ് നടന്നതെന്ന് വെച്ചാൽ, ഈ ധാരണയെ പൊളിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായി. തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള വൈഗ നദിക്കരയിൽ ആർക്കിയോളജിക്കാർ 2015 മുതൽ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് മുന്നേറിയപ്പോൾ 7500 പുരാവസ്തുക്കൾ കണ്ടെത്തി. ആ പുരാവസ്തുക്കളിൽ വികസിതവും സാക്ഷരവുമായ ഒരു നാഗരിക സമൂഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കപ്പെട്ടു. അമർനാഥ് രാമകൃഷ്ണ എന്നൊരു പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് ഇവിടെ കുഴിക്കാൻ നേതൃത്വം കൊടുത്തത്. അദ്ദേഹവും ആദ്യം കരുതിയത് ഇത് സംഘകാലത്തെ സംസ്കാരമായിരിക്കും എന്നാണ്. അതായത് സംഘകാലം ആരംഭിക്കുന്നത് BC 300-ലാണ്, അതായത് 2300 കൊല്ലം മുമ്പാണ്. അത് നിലനിന്നത് 1700 കൊല്ലം മുമ്പ് വരെയാണ്. അപ്പോൾ ആ കാലത്ത് ഉള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കും ഈ വൈഗൈ നദിക്കരയിൽ നമ്മൾ കാണുന്നത് എന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ അതല്ല, അതിനേക്കാൾ പഴക്കമുള്ള ഒന്നാണ് എന്നുള്ള ഊഹാപോഹങ്ങൾ പരന്നു. 2017 പൊടുന്നനെ ഈ അമർനാഥിനെ മോദി സർക്കാർ ഈ പ്രൊജക്റ്റിൽ നിന്നും മാറ്റി ഗോഹട്ടിയിലേക്ക് ഓടിച്ചു. അതോടെ കുഴിക്കലും നിന്നു. 2018 വരെ യാതൊരു പ്രവർത്തനം പിന്നില്ല. ഇതിലേറ്റവും അത്ഭുതകരമായി തോന്നിയത് ഇന്ത്യയിലെ പുരാവസ്തു വകുപ്പിൻ്റെ നിലപാടാണ്. അവർ തീർത്തും പറഞ്ഞു ഇനിയൊരു കുഴിക്കൽ വേണ്ട. പക്ഷേ ഈ സൗത്തിന്, അതായത് തെക്കേ ഇന്ത്യന്മാർക്ക്, പ്രത്യേകിച്ചും തമിഴന്മാർക്ക് ഒരു സ്വത്വബോധമുണ്ട്. അവരങ്ങനെ വിട്ടുകൊടുക്കില്ല. അവർ മദ്രാസ് ഹൈക്കോർട്ടിൽ പോയി കോടതി കുഴിക്കാൻ തന്നെ പറഞ്ഞു. അതിൻ്റെ ചുമതല തമിഴ്നാട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിക്ക് വിട്ടുകൊടുത്തു. അവർ 18,000 പുരാവസ്തുക്കൾ കുഴിച്ചെടുത്തു. അതിൽ നിന്ന് ചില സാമ്പിളുകൾ ദേശീയ ലാബോറട്ടറികളിലേക്ക് അയച്ചു.
അങ്ങനെ USA ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിൽ ഈ കീഴാടിയിൽ നിന്ന് കിട്ടിയ പല സാധനങ്ങളും എത്തി. അതിൽ കരിഞ്ഞുണങ്ങിയ നെൽമണികൾ അവർ പരിശോധിച്ചപ്പോൾ അതിനെല്ലാം 2580 വർഷത്തെ പഴക്കമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. അതുപോലെ നമ്മുടെ നാട്ടിൽ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലാബുകാർ മൺപാത്രങ്ങൾ പോലുള്ള പുരാവസ്തുക്കളുടെ പ്രായം നിർണ്ണയിച്ചു. തെർമോലുമിസൻസ് ഡേറ്റിംഗ് വഴി, അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ മെത്തേഡ്. അവർ കണ്ടെത്തിയ പ്രായവും 2580 വർഷമാണ്. എല്ലാ തരം പഠനങ്ങളും കീലാഡിയുടെ സെറ്റിൽമെൻറ്റിൻ്റെ പ്രായം 2600 വർഷം മുമ്പ് ആണ് എന്ന് ഉറപ്പിച്ചു. അതായത് മഹാജനപദങ്ങൾ എന്ന നാഗരികത വടക്കേ ഇന്ത്യയിൽ തുടങ്ങുന്ന കാലത്ത് തന്നെ സൗത്ത് ഇന്ത്യയിലും നാഗരികത ഉണ്ടായിരുന്നു. ആരും പിന്നിലല്ല. 2021 അമർനാഥ് രാമകൃഷ്ണൻ ചെന്നൈയിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹം ആർക്കിയോളജിക്കൽ സൂപ്രണ്ടായി. വിദേശത്തു നിന്നും സ്വദേശത്തും ഉള്ള പരിശോധനകളൊക്കെ അദ്ദേഹം പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 കീലാഡിയുടെ ഒരു വിശദമായ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എന്നാൽ ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് അത് അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു, റിപ്പോർട്ട് തിരുത്തിത്തരണം, ഇത് പറ്റില്ല. അമർനാഥ് എന്തിന് തിരുത്തണം? അദ്ദേഹം കീലാഡിയുടെ പഴക്കം കണ്ടെത്തിയത് കണ്ണടച്ച് ധ്യാനിച്ചിട്ടല്ല, മറിച്ച് ഗവേഷണത്തിലെ രീതിശാസ്ത്ര കർശനതയിലൂടെയാണ്. ഓരോ പാളികളെയും ക്രമമായി വേർതിരിച്ചുള്ള പഠനത്തിലൂടെ, ഭൗതിക സാംസ്കാരിക വിശകലനത്തിലൂടെ, ആക്സിലറേറ്റർ മാസ് സ്പെക്ട്രോമെട്രി ഡേറ്റിങ്ങിലൂടെ അങ്ങനെയൊക്കെ നിശ്ചയിച്ച പഴക്കമാണ്. ആ പഴക്കം കുറയ്ക്കണം എന്ന നോർത്ത് ഇന്ത്യൻ ലോബികളുടെ ആവശ്യം അമർനാഥിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ആക്ച്വലി ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ASIയിലെ ഏമാന്മാരുടെ പ്രശ്നം? ഒറ്റവാചകത്തിൽ പറയാം, തെക്കേ ഇന്ത്യയിലെ കറുത്തവന് ആര്യന്മാർ ഉണ്ടാക്കിയതിനേക്കാൾ മികച്ച സംസ്കാരം ഉണ്ടാക്കാൻ കഴിയില്ല. അവർ ആഗ്രഹിക്കുന്നത് രാജസ്ഥാനിലും ഗുജറാത്തിലും പോയി കുഴിക്കാനാണ്. അവർക്ക് വേദങ്ങളിൽ പറയുന്ന സരസ്വതി നദിയെ കണ്ടെത്തണം, പള്ളികളുടെ അടിയിൽ അമ്പലമുണ്ടായിരുന്നോ എന്ന് നോക്കണം. ASI എന്ന ഈ വകുപ്പിന് അന്താരാഷ്ട്ര നിലവാരം ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു നിലവാരം ഇൻസ്റ്റിറ്റ്യൂഷന് ഉണ്ടാകണമെന്ന ആഗ്രഹവും അവർക്കില്ല. അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ അവർ അവരുടെ ബുള്ളറ്റിനിൽ മാത്രം പ്രസിദ്ധീകരിക്കുന്നു, അവർ തന്നെ കൈയടിക്കുന്നു. അവർക്ക് ആഭ്യന്തര അവലോകനം മതി, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്. അത് എന്നിട്ട് നമ്മൾ ലോകം അംഗീകരിക്കണം. എന്നാൽ ലോകത്ത് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന പുരാവസ്തു വകുപ്പുകളുണ്ട്, അവരങ്ങനെയല്ല. ജർമ്മനിയിലെ ഡ്യൂഷസ് ആർക്കിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫ്രാൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഡി റിസർച്ചസ് ആർക്കിയോളജി പ്രിവെൻറ്റീവ്സ്, ജപ്പാനിലെ ഏജൻസി ഫോർ കൾച്ചറൽ അഫയേഴ്സ് തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് ഈ നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നതിൻ്റെ നേരെ വിപരീതമാണ്. അവർ തങ്ങളുടെ കണ്ടെത്തലുകൾ അക്കാദമിക് പ്ലാറ്റ്ഫോമുകളിൽ പതിവായി പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ചരിത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അക്കാദമിക്കുകൾ, ലോകത്തിൻ്റെ എവിടെയുമുള്ള ആളുകൾ ഈ കണ്ടെത്തലുകൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതിനൊരു ശാസ്ത്രീയത വരുന്നു, സുതാര്യത വരുന്നു, രീതിശാസ്ത്രപരമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുന്നു, കൃത്യതയുണ്ടാകുന്നു. അതേസമയം ഒരു നോർത്ത് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രജ്ഞൻ രാജസ്ഥാനിലെ ബഹജ് എന്ന വില്ലേജിൽ പോയി കുഴിക്കുന്നു. 23 മീറ്റർ അടിയിലേക്ക് കുഴിച്ചു പോയപ്പോൾ ഒരു കനാല് പോലെ എന്തോ കാണുന്നു. പൊടുന്നനെ വേദങ്ങളിലെ സരസ്വതി നദിയെ ഓർമ്മ വരുന്നു. അയാൾക്ക് ആ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. തുടർന്ന് മഹാഭാരത കാലത്തിലെ മനുഷ്യരുമായി ഈ കനാലിനെ അയാൾ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ റിപ്പോർട്ട് ASIയുടെ ഇൻറ്റേർണൽ ആയ ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിക്കുന്നു. കയ്യിൽ ചരട് കെട്ടി നെറ്റിയിൽ നീണ്ട കുറി വരച്ച് വരുന്ന ശാസ്ത്രജ്ഞർ അത് വായിച്ച് കൈയടിച്ച് പാസ്സാക്കുന്നു. എന്തൊരു ലോകമാണിത്! മാർഷലിനെ പോലെയും ദയാറാം സാഗരിയെ പോലെയുമുള്ള മഹാരഥന്മാർ ഇരുന്നിരുന്ന കസാരകളിൽ എന്തൊരു വക പൊട്ടന്മാരാണ് ഈ കയറി കുത്തിയിരിക്കുന്നത്. കേഴുക പ്രിയ നാട് എന്നല്ലാതെ നമ്മൾ എന്തു പറയാൻ. നന്ദി, നമസ്കാരം.